Hello my dear students, ഇന്ന് നമ്മുടെ ട്രിഗണോമെട്രിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് മൊഡ്യൂൾ 1ന്റെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പറയുന്നുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് നോട്ടിൽ എഴുതിയിട്ട് ടൈം എടുത്തുകൊണ്ട് അത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്കത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പ്രോബ്ലം ചെയ്യാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞ സൈൻ, കോസോ അതേപോലെ സൈൻ, കൊസീക്ക് തമ്മിലുള്ള റിലേഷൻ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു 1 കൊസീക്ക് തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1 സൈൻ തീറ്റ. കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1 സൈൻ തീറ്റ. അടുത്തത് സൈൻ കഴിഞ്ഞു. ഇനി എന്തായിരുന്നു? കോസ് തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു 1 സീക്ക് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു 1 സീക്ക് തീറ്റ. ഇനി നേരെ തിരിച്ചും പറയാം. എന്താണ്? സീക്ക് തീറ്റ ഈക്വൽ ടു 1 കോസ് തീറ്റ. സീക്ക് തീറ്റ ഈക്വൽ ടു 1 കോസ് തീറ്റ. ഇനി അടുത്തത് നോക്കാം. ഇനി ഏതാണ്? സൈൻ, കോസ്, ടാൻ അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു 1 കോട്ട് തീറ്റ. 1 കോട്ട് തീറ്റ. അതേപോലെ തിരിച്ചും പറയാം. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ടാൻ തീറ്റ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെക്ഷൻ ആണ്. അപ്പൊ ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. സൈനിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അതേപോലെ കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. കോസും സീക്കും തമ്മിലാണ് റിലേഷൻ. ഓക്കെ, സൈനും കൊസീക്കും തമ്മിൽ. ടാനിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് ഇത് കോട്ട് തീറ്റ. ഇനി നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോണ 3 ഇക്വേഷൻ ആണ് ആദ്യം പഠിക്കുന്നത്. അതിലൊന്നാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണിത്. ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കണം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് നമ്മളോട് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ എന്താണ് കിട്ടുക? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇവിടെ ഈ കോസ് സ്ക്വയർ തീറ്റ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഒറ്റക്കായി. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ പറയുക? അവിടെ ഒരു 1 ഓൾറെഡി കിട്ടും. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റ കാണാൻ പറഞ്ഞെങ്കിലോ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു റിസൾട്ട് ആണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇതിൽ നിന്ന് സീക്ക് സ്ക്വയർ തീറ്റ ഇപ്പോൾ നമുക്ക് ഡെഫിനിഷൻ കിട്ടില്ല. ഇനി ടാൻ സ്ക്വയർ തീറ്റ കാണുന്നത് ഇവിടെ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി നമുക്കിത് സീക്ക് സ്ക്വയർ തന്നിട്ട് അല്ലെങ്കിൽ സീക്ക് തന്നിട്ട് ടാൻ കാണാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം ടാൻ സ്ക്വയർ തീറ്റ ഇവിടെ നിന്ന് കിട്ടും. അതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടാൻ തീറ്റ കിട്ടും. ഓക്കെ, ഏതൊരു സ്ക്വയറുള്ള സംഭവത്തിന്റെ റൂട്ട് എടുത്താലും എന്താണ് അത് ആ സംഭവം തന്നെ കിട്ടും. എക്സാമിന്റെ എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. വൈ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എന്തായിരിക്കും? വൈ ആയിരിക്കും. അതുപോലെ ടാൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 അതിന്റെ റൂട്ട് ആയിരിക്കും. അതായത് എന്താ കിട്ടുക? ടാൻ തീറ്റ. ഇനി ഇതേപോലെ ഇതിന് വേറൊരു റിലേഷൻ പറയാം. ഈ 1 ഈക്വൽ ടു 1 എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെ ഒരു 3 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ആദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇത് രണ്ടെണ്ണം. ഓക്കെ, ഈ ഇക്വേഷൻ ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും. അതേപോലെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും. അപ്പൊ ഈ ഇക്വേഷന് ആദ്യത്തെ ഇക്വേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ച് പഠിക്കുക. ഒന്ന് വെച്ച് പഠിക്കുക, മറ്റേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഏതാണ് കാണേണ്ടത് വെച്ചാലും മറ്റേ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ സമത്തിന്റെ അപ്പുറത്തേക്ക്. ഇവിടെയുള്ള പ്ലസ് ടേം ആകുമ്പോൾ നെഗറ്റീവ് ആവും. അതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി ഇതേപോലെ കോട്ടും കൊസീക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ
ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഒന്നെങ്കിൽ ഇവിടെ എ ആവട്ടെ കോട്ട് എ അല്ലെങ്കിൽ തീറ്റ എന്തും ആവും. ഓക്കെ, കോട്ട് എക്സ് എന്ത് വന്നാലും ഒക്കെ ഇങ്ങനെ, അതായത് ഒരു ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ ഈ വണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്താ വരിക കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി ഇതേപോലെ തന്നെ ഇവിടെ 1 ഈക്വൽ ടു 1 ആക്കിയിട്ട് എഴുതാൻ എന്ത് ചെയ്യുക കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എന്താണ് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷൻ. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. സൈനിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്, ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. ഓക്കെ, അപ്പൊ ഇനി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതുപോലെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇതിൽ നിന്ന് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, അതിൽ നിന്ന് നമുക്ക് മറ്റേത് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതേപോലെ മൂന്നാമത്തെ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രോബ്ലത്തിൽ കയറി വരുന്ന സെക്ഷൻ ആണ്. ഇതെന്തായാലും വൈകിട്ട് പഠിച്ചു. ഓക്കെ, ഒരെണ്ണം നന്നായിട്ട് പഠിക്കുകയും മുകളിൽ എഴുതിയത് ഈ 3 ഇക്വേഷനിലോ അതിൽ നിന്ന് മറ്റു നിങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. അതായത് ഇപ്പൊ സൈൻ സ്ക്വയർ തീറ്റയാണ് കാണേണ്ടതെങ്കിൽ ഇവിടെ ഉള്ള കോസ് സ്ക്വയർ തീറ്റയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് കിട്ടും, അവിടെ ഉള്ളത് ആദ്യം എടുത്ത് എഴുതാം. 1 മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ് നമുക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, ഇതിൽ അതേമാതിരി നമുക്ക് ടാൻ സ്ക്വയർ തീറ്റ കാണേണ്ട ഇക്വേഷൻ ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഏതാ കൊണ്ടുപോകണം 1നെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ഉള്ള സീക്ക് സ്ക്വയർ തീറ്റ ആദ്യം എടുത്ത് എഴുതണം. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഓക്കെ, അതേപോലെ ഇനി നമ്മൾ എന്താണ് ഈ 1നെ ഇവിടെ നിർത്തിയിട്ട് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തേക്ക് എന്താവും സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതേപോലെ തന്നെ അപ്പൊ ഇക്വേഷൻസ് ഓർക്കുക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് ഇപ്പൊ പഠിച്ച ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1 പ്ലസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ equal to sin square a. Okay, then first prove that then നമ്മുടെ question എന്താണ് prove that 1 plus cos a into 1 minus cos a equal to sin square a. അതായത് 1 plus cos a into 1 minus cos a എന്ത് ചെയ്യാൻ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് sin square a ആൻസർ കിട്ടും. അപ്പോ ഈ സൈഡിനെ ഇടത് ഭാഗത്ത് ഇതിനെ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് RHS ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ LHS ഈക്വൽ ടു RHS എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഭാഗത്ത് എവിടുന്ന് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. അത് ഈക്വൽ ടു ഇതാണ് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു അതാണ് തെളിയിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു LHS ആദ്യം ചെയ്യുന്നതാണ്. എന്താണ് നമ്മുടെ LHS 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ. ഇതാണ് നമ്മുടെ LHS അല്ലേ. 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എന്താ പഠിച്ചിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. ഇത് പണ്ട് 8ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ ആണ്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇവിടെ നോക്കി എയുടെ സ്ഥാനത്ത് 1, അത് ബിയുടെ സ്ഥാനത്ത് കോസ് എ. അങ്ങനെ സങ്കല്പിച്ച് നോക്കൂ 1 പ്ലസ് കോസ് എ പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് കോസ് എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഈക്വൽ ടു എന്താ കിട്ടുക എ സ്ക്വയർ. എയുടെ സ്ക്വയർ 1ന്റെ സ്ക്വയർ മൈനസ് കോസ് എയുടെ സ്ക്വയർ. ഓക്കെ, കോസ് സ്ക്വയർ കോസ് എയുടെ സ്ക്വയർ എന്നാല് കോസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ കോസ് സ്ക്വയർ. ഇനി നോക്ക് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താണ് 1 തന്നെയാണ്. 1 മൈനസ് കോസ് സ്ക്വയർ. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. അവിടെ നിന്ന് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 1 മൈനസ് കോസ് സ്ക്വയർ. എന്തായിരുന്നു 1 മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ ഇത് ഈക്വൽ ടു എന്ത് ചെയ്ത് നമുക്ക് സൈൻ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ.
ഇതെന്താണ് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തെത്തിയ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് സൈൻ സ്ക്വയറിൽ എത്തി. ഇതെന്താണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡോ. അപ്പൊ നമ്മൾ എന്താണ് LHS ഈക്വൽ ടു RHS. ഓക്കെ, LHSും RHSും എന്താണ് സൈൻ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതി വെക്കണം, ഹെൻസ് ഇറ്റ് പ്രൂവഡ്. ഓക്കെ, അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായോ? അതിന് നമ്മൾ ഈ ഇക്വേഷൻ അറേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ 1 + cos * 1 - cos എന്നുള്ളതിനെ a + b * a - b ഫോമിൽ കൺസിഡർ ചെയ്തിട്ട് a² - b², അതായത് 1 സ്ക്വയർ - cos സ്ക്വയർ ഈ രൂപത്തിൽ ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? tan x plus cot x equal to sec x into cosec x. Sec x into cosec x. Tan x plus cot x equal to sec x into cosec x. Okay. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ആണ് നമുക്ക് ഈക്വൽ തെളിയിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? LHS ഈക്വൽ ടു നമ്മൾ LHS എടുത്തത് LHS ഈക്വൽ ടു എന്താണ്? tan x plus cot x. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി നമ്മൾ tan x നെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? നമുക്കറിയാം tan x എന്ന് പറഞ്ഞാൽ sin x / cos x ആണല്ലേ. അപ്പൊ tan x നെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? sin x divided by cos x. x ലാവുമ്പോൾ x ഏതാണെങ്കിൽ തീറ്റയാണെങ്കിൽ തീറ്റ കേട്ടോ. എങ്ങനെയായാലും ഒരുപോലെ തന്നെയാണ്. sin തീറ്റ എന്ന് പറഞ്ഞാലും sin a എന്ന് പറഞ്ഞാലും sin x അങ്ങനെ പല വിധത്തിൽ വരാറുണ്ട്. അപ്പൊ tan x എന്നുള്ളതിനെ മാറ്റി sin x / cos x വരും. പ്ലസ് cot x എന്നുള്ളതിനെ മാറ്റിയിട്ട് അതിന് നേരെ തിരിച്ചാണ് അല്ലേ. cot x എന്ന് പറഞ്ഞാൽ cos x divided by sin x. എന്താണ്? cos x divided by sin x. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യത്? നമുക്കറിയാം എന്താണ് ഒരു ഫ്രാക്ഷൻ നമ്പർ രണ്ട് ഫ്രാക്ഷൻ നമ്പർ പോലെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ എന്താ ചെയ്യാം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഇങ്ങനെ ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക, അടിയത്തും തമ്മിൽ ഗുണിച്ചു. അപ്പൊ എന്ത് കിട്ടും? ഈക്വൽ ടു sin x into sin x. sin x into sin x. ഓക്കെ, ഇവിടെ ഇൻറ്റു ഇട്ടാലും ഇട്ടില്ലെങ്കിലൊക്കെ ഒരുപോലെ കിട്ടാം. കാരണം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണല്ലോ. അപ്പൊ പ്രശ്നമില്ല, നമ്പർ വരുമ്പോഴാണ് ഇൻറ്റു സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലസ് എന്താണ് വരിക? sin x into sin x പ്ലസ് cos x into cos x divided by എന്താ വരിക? cos x into sin x. cos x into sin x. ഇനി sin x into sin x എന്ന് പറഞ്ഞാൽ എന്താണ്? sin square x ആണ്. ഇനി sin square x എന്ന് പറഞ്ഞാലും sin x all square എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? sin x into sin x all square എന്നതിന് പകരം ഇങ്ങനെ എഴുതാം. അപ്പൊ എന്ത് കിട്ടും? ഈക്വൽ ടു sin square x പ്ലസ് ഇതേപോലെ cos x into cos x എന്താണ്? cos square x ഡിവൈഡഡ് ബൈ എന്താണ് കിട്ടുക? cos x into sin x. ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് sec x into cosec x ആണ് അല്ലേ. അപ്പൊ എന്താണ് sec x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos x ആണ്. cosec x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം. നമുക്കത് എന്താണ്? sin square x plus cos square x എന്ന് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച റിസൾട്ട് ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയ റിസൾട്ട് അത് തന്നെയാണ്. sin square x plus cos square x equal to എന്താണ്? 1 ആണ്. അപ്പോൾ 1/cos x into sin x. cos x into sin x. ഇനി 1/cos x into sin x എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. 1/cos x into 1/sin x. മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ഇതിന് മാറ്റി ചെയ്താൽ കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. 1 into 1 മുകളിലത്തെ തമ്മിൽ ഗുണിക്കും, അടിയത്തെ തമ്മിൽ ഗുണിക്കും. 1 into 1 എന്നാൽ എന്താ? 1 തന്നെയാണ് കിട്ടുക. അപ്പൊ 1/cos x into 1/sin x. ഇനി 1/cos x പറഞ്ഞാൽ എന്താ? 1/cos x എന്ന് പറഞ്ഞാൽ sec x. 1/cos x എന്ന് പറഞ്ഞാൽ sec x. ഇനി 1/sin x പറഞ്ഞാൽ എന്താ? 1/cos x sec x 1/sin x എന്ന് പറഞ്ഞാൽ cosec x. ഇതെന്താ സംഭവം? എന്താ? sec x into cosec x. എന്താണ്? അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു RHS അല്ല കിട്ടിയത്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടിയത്? sec x into cosec x. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? LHS equal to RHS
therefore hence it proved. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് തെളിയിച്ചു കഴിഞ്ഞു. hence it proved. അപ്പോൾ തെളിയിക്കുന്ന രീതി മനസ്സിലായോ? tan x എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അത് tan x എന്ന് പറഞ്ഞാൽ sin x by cos x ആണ്. cot x എന്ന് പറഞ്ഞാൽ cos x by sin x ആണ്. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് sin square x plus cos square x കിട്ടി. sin square x plus cos square x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ, കുറച്ച് മുമ്പ് പഠിച്ചേ ഉള്ളൂ. അടിയിൽ പിന്നെ cos x into sin x. ഇനി എന്താണ് 1 by cos x sin x ൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേക്ക്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 1 by cos x into 1 by sin x. 1 by cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sec x. 1 by cosec x എന്ന് 1 by sin x എന്ന് പറഞ്ഞാൽ എന്താണ്? cosec x. ഓക്കേ, അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. sec x into cosec x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? RHS LHS അല്ലെങ്കിൽ LHS RHS നമുക്ക് തെളിയിക്കാൻ പറ്റി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. In right angle triangle triangle ABC, right angle triangle ABC എന്നുള്ള ട്രയാങ്കിളിൽ if sin theta equal to 4/5, sin theta എന്ത് തന്നിട്ടുണ്ട്? 4/5 എന്ന് തന്നിട്ടുണ്ട്. ഇനി വെരിഫൈ ദാറ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇടത് ഭാഗം വലത് ഭാഗം സെയിം ആണെന്ന് തെളിയിക്കാനാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പഠിച്ച 3 റിസൾട്ടുകളാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. sin square theta plus cos square theta equal to 1. അതേപോലെ ബി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ ഉണ്ട്. 1 plus tan square theta equal to cot square theta. Sorry, cot square theta അല്ല, sec square theta. ഇനി C 1 plus cot square theta equal to cosec square theta. Okay, എന്താണ് തെളിയിക്കേണ്ടത്? sin square theta plus cos square theta 1 എന്നോ 1 plus tan square theta equal to sec square theta എന്നോ 1 plus cot square theta equal to cosec square theta. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആകെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിന്റെ ആംഗിൾ മാത്രമേ sin theta മാത്രമേ തന്നിട്ടുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. അപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടെ ഞങ്ങൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ABC എന്ന് കൊടുക്കാം. അതിനൊന്നും വലിയ റോളില്ല. ABC നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്തു. ഈ ആംഗിളാണ് നമ്മൾ തീറ്റ എടുക്കുന്നത്. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? sin theta equal to 4/5 അല്ലേ? sin theta എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 4/5 ആണെങ്കിൽ ഈ സൈഡ് 4 ഉം ഈ സൈഡ് 5 ആയി അല്ലേ? അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് ഇതെന്താ വരിക? 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഏറ്റവും വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് എന്താണ്? ഹൈറ്റ് സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ ബേസ് കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ കിട്ടുക? റൂട്ട് ഓഫ്, പിന്നെ ഇത് റൂട്ട് എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട് ഇട്ടാണ് ചെയ്യുന്നത്. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 16 ഈക്വൽ ടു റൂട്ട് 9 എന്ന് കിട്ടും. അത് എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടുക? 3 എന്ന് കിട്ടും ഈ സൈഡ്. ഇനി നമുക്ക് എന്താണ് ഈ ചോദ്യത്തിൽ എന്തൊക്കെ കയറി വരുന്നുണ്ട്? tan theta വരുന്നുണ്ട്, cosec theta വരുന്നുണ്ട്, sec theta വരുന്നുണ്ട്, cos theta വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ഇവിടെ തന്നെ എടുത്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരിക? sin theta equal to sin theta തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിർത്തി എഴുതാം. sin theta equal to 4/5. ഇനി sin theta യുടെ നേരെ റെസിപ്രോക്കൽ ആണ് ഇത് cosec theta. അതിനെ ആദ്യം എടുത്ത് എഴുതാം. cosec theta equal to എന്താ വരിക? അത് 4/5 ആണെങ്കിൽ cosec theta equal to 5/4. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്താ അടുത്തത് ഏതാണ്? cos theta. എന്താ cos theta? cos theta എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താ 3/5. അപ്പോൾ അതിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് ഇത് sec theta. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് എന്താണ്? 5/3. അടുത്തത് ഏതാണുള്ളത്? tan theta. tan theta പറഞ്ഞാൽ എന്താണ്? sin theta ബൈ cos theta ആണ് അല്ലേ? sin theta ബൈ അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ 4/3. എന്താ 4/3. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ cot theta എന്തായിരിക്കും? cot theta equal to 3/4. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒന്നാമത് നമുക്ക് ആദ്യം എന്താ തെളിയിക്കേണ്ടത്?
cos square theta. എന്താണ് sin square theta plus cos square theta. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ sin theta cos theta ഒക്കെ വാല്യൂ അറിയുമ്പോൾ നമ്മൾ നേരെ ആ വാല്യൂ എടുത്തിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു sin theta എന്നുള്ളത് എന്ത് കൊടുക്കുന്നു 4/5 whole square. sin square theta എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സ്ക്വയർ ആണ്. sin theta into sin theta ആണ്. sin theta 4/5 ആണ്. 4/5 into 4/5 അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ cos square theta എന്ന് പറഞ്ഞാൽ എന്താണ് cos theta യുടെ സ്ക്വയർ 3/5 whole square. അപ്പോൾ ഇത് എന്ത് കിട്ടും ഈക്വൽ ടു എന്താ കിട്ടുക ഇതെങ്ങനെ ചെയ്യാം ഈ സ്ക്വയർ ഫ്രാക്ഷൻ നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാം അടിയത്തതും മുകളത്തതും സെപ്പറേറ്റ് സ്ക്വയർ എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 4ന്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ എന്താ വരിക 25. അടുത്ത എന്താ വരിക പ്ലസ് 3ന്റെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ 5 × 5 ആണ് 25. അപ്പോൾ ഇത് നോക്ക് ഇനി ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി വന്നു അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്റർ നമ്മൾ ജസ്റ്റ് കൂട്ടാനാണെങ്കിൽ കൂട്ടുക കുറക്കാനാണെങ്കിൽ കുറക്കുക. ഇവിടെ കൂട്ടാനാണ് അപ്പോൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അപ്പോൾ 16 + 9 ഡിവൈഡഡ് ബൈ 25. ഓക്കെ 16 + 9 ചെയ്താൽ എത്ര കിട്ടുക 25. 25/25 എന്താ ഈക്വൽ ടു 1. ഇതല്ലേ നമ്മുടെ RHS. ഓക്കെ അപ്പോൾ എന്ത് കിട്ടി LHS ഈക്വൽ ടു RHS. LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ് sin square theta plus cos square theta equal to 1 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇവിടെ തന്ന വാല്യൂ കറക്റ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് എന്താണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 + tan square theta 1 + tan square theta equal to sec square theta എന്ന് തെളിയിക്കണം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LHS എടുത്ത് നോക്കാം. LHS ഓക്കെ LHS എന്താണ് കിട്ടുക 1 + tan square theta എന്ന tan theta ഇവിടെ നമുക്ക് അറിയാം 4/3 അല്ലേ. അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 4/3 whole square അടിയത്തിനും മുകളിലും എടുക്കണം കേട്ടോ സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക 1 + 4ന്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ 9. ഇനി ഇതെന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെ പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് അടിയിൽ 1 ഇട്ട് കൊടുത്താൽ മതി നമ്പറിന്റെ അടിയിൽ. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കും. അപ്പോൾ 1 × 9 9 + 16 ഡിവൈഡഡ് ബൈ 9. ഓക്കെ 9 16 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും 25/9. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് LHS കിട്ടിയത് 25/9 ആണ് കിട്ടിയത്. ഇനി ഇത് തന്നെയാണ് നമ്മൾ RHS നോക്കാം. ഇതിന്റെ RHS ഒന്ന് എടുത്ത് എഴുതിയേക്കാം. RHS എന്താ LHS RHS ആണ് തെളിയിച്ചാൽ മതി. തന്ന സംഭവത്തിൽ തന്നെ എത്തണം എന്നുള്ളത് കേട്ടോ. അപ്പൊ sec square theta നമുക്ക് കണ്ടോ. sec theta നമുക്ക് എന്താണ് sec theta എന്താണ് 5/3. അപ്പൊ sec theta sec square theta ആണ് നമ്മുടെ RHS. നമുക്കറിയാം കാര്യം എന്താണ് sec theta അല്ലെ. sec theta എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളത് 5/3. ഓക്കെ അപ്പൊ sec square theta എന്ന് പറഞ്ഞാൽ എന്താണ് 5/3യുടെ സ്ക്വയർ ഈക്വൽ ടു എന്തെങ്കിലും 5ന്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ 9. കണ്ടോ രണ്ടും ഒന്നല്ലേ കിട്ടിയത്. അപ്പോൾ LHS ഈക്വൽ ടു RHS. ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇത് നമ്മൾ തെളിയിച്ചു. ഇനി അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 1 + ഇതേപോലെ തന്നെ 1 + cot square theta ഈക്വൽ ടു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു 1 + cot square theta ഈക്വൽ ടു എന്താണ് cosec square theta അല്ലേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ cosec square theta. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇനിയിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. cot theta എന്നുള്ളത് എന്താ 3/4 എന്ന് കൊടുക്കുക. അതിന്റെ സ്ക്വയർ LHS ഈക്വൽ ടു ഓക്കെ 1 + 3/4ന്റെ സ്ക്വയർ 1 + 9/16. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 25 16 + 9 25 ഡിവൈഡഡ് ബൈ 16. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ cosec square theta നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം എന്താണ് cosec theta എന്ന് പറഞ്ഞാൽ എന്താണ് cosec theta ഇവിടെ cosec theta എന്ന് പറഞ്ഞാൽ എന്താണ് 5/4 ആണ് അല്ലേ 5/4. അപ്പോൾ cosec square theta എന്ന് പറഞ്ഞാൽ എന്താണ് cosec square theta ഈക്വൽ ടു എന്താ വരിക ഇതിന്റെ സ്ക്വയർ 5/4ന്റെ സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 4ന്റെ സ്ക്വയർ 16. കണ്ടോ ഇവിടെ LHS RHS എന്താ കിട്ടിയത് രണ്ടും കിട്ടിയത് 25/16 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു ഇവിടെ എന്താണ് RHS. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് വെരിഫൈ ചെയ്യാൻ പറ്റും 1 + cot square theta ഈക്വൽ ടു cosec square theta. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ റിസൾട്ട് ഉപയോഗിക്കാനല്ല റിസൾട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ
ഇത് മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ 3 ആക്കി ചോദിക്കണേ പകരം ഒറ്റ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് തന്നെ 3 ആക്കി ചോദിച്ചതാണ് കേട്ടോ. 3 ക്വസ്റ്റ്യന് ഒരു രീതിയിൽ തന്നെ ചോദിച്ചതാണ് ABC എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് റിസൾട്ട് അതേപോലെ റിലേഷൻസ് അറിഞ്ഞിരിക്കണം. സൈനിന്റെ കൊസീനിന്റേത് അതേപോലെ കോസിന്റെ സീക്കിന്റേത് ടാനും കോട്ടും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കണം. എന്നിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഇപ്പൊ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻ ഇക്വേഷൻ തരും. അപ്പൊ അതിനനുസരിച്ച് ചെയ്യട്ടെ. നമ്മൾ 3 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. If sin theta equal to 1/2 theta is acute അതായത് theta എന്താണ് 90 ഡിഗ്രിയേക്കാൾ കുറവാണ് കേട്ടോ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഫൈൻഡ് cos theta. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനാണ് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് cos theta. sin theta എന്നിട്ട് cos theta കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്താണ് sin theta എന്ന cos theta കാണുന്ന രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉള്ളത്. എന്താണ് sin square theta plus cos square theta equal to 1 അല്ലേ? നമുക്കറിയാം. അവിടെ നിന്ന് നമ്മൾ എന്തായിരുന്നു cos square theta ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. എന്തായിരുന്നത് cos square theta equal to 1 minus sin square theta. cos square theta equal to 1 minus sin square theta. അപ്പോൾ നമുക്ക് ആദ്യം cos square theta കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കാം. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? cos square theta equal to 1 minus എന്താണ് cos square theta 1/2 ന്റെ സ്ക്വയർ അല്ലേ? 1/2 sin square theta sin theta എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ അതിന്റെ സ്ക്വയർ 1/2 സ്ക്വയർ ഈക്വൽ ടു എന്താ കിട്ടുക? 1 minus 1/2 ന്റെ സ്ക്വയർ എന്താ വരിക? 1 ന്റെ സ്ക്വയർ ബൈ 2 ന്റെ സ്ക്വയർ. 1 ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 × 1 പറഞ്ഞാൽ 2 ന്റെ സ്ക്വയർ 4. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 പറഞ്ഞാൽ 4 മൈനസ് ആണ് ഇവിടെ, മൈനസ് ഇട്ടു. മൈനസ് 1 × 1 പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എന്ത് കിട്ടും? 4 3 1 വെച്ചാൽ 3 3/4. ഇതാണ് നമ്മുടെ ആൻസർ അല്ല, ഇത് cos square theta ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? cos theta ആണ്. അപ്പോൾ cos theta equal to √3/4 ആണ്. cos square theta is equal to 3/4 ആണെങ്കിൽ cos theta equal to എന്താണ്? √3/4. ഇനി ഇത് റൂട്ട് എങ്ങനെ എടുക്കുക? റൂട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കൊടുക്കാം അല്ലേ? √3/√4. സെപ്പറേറ്റ് കൊടുത്തതിനനുസരിച്ച് √4 കറക്റ്റ് ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് √3 അതുപോലെ തന്നെ ഇത് √3 ഡിവൈഡഡ് ബൈ √4 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, √4 എന്ന് പറഞ്ഞാൽ കാരണം 2 ന്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ √3/2. അപ്പോൾ ഇങ്ങനെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നെങ്കിൽ sin theta തരും, ഒരു cos theta കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ cos theta തരും sin theta കണ്ടുപിടിക്കുക. അപ്പോൾ cos theta ആണ് തന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 1 minus sin square theta വെച്ചിട്ട് 1 minus cos square theta വെച്ചിട്ട് ചെയ്യുക, എന്നിട്ട് sin square theta കണ്ടുപിടിക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ ഇതേ രീതിയിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് 2 മാർക്കിന് സാധാരണ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള എങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If tan theta equal to 2 find sin theta. Find sin theta. അപ്പോൾ നമുക്കറിയാം എന്താണ് tan theta ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? 1 plus tan square theta equal to sec square theta അല്ലേ? 1 plus tan square theta equal to sec square theta. ഈ റിലേഷൻ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 plus tan square theta ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് tan ആണ്. അപ്പോൾ tan square theta എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? tan theta 2 ന്റെ സ്ക്വയർ എടുക്കുന്നു. 2 സ്ക്വയർ. tan theta 2 ആണ്. അപ്പോൾ tan square theta എന്നാൽ 2 ന്റെ സ്ക്വയർ ഈക്വൽ ടു ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? sec square theta എന്ന് കിട്ടും അല്ലേ? sec square theta ആണ്. അത് അവിടെ ഇട്ടട്ടെ. അപ്പോൾ 1 plus 2 ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പോൾ sec square theta ഈക്വൽ ടു എന്ത് കിട്ടും? sec square theta ഈക്വൽ ടു 5 എന്ന് കിട്ടും. 1 plus 4 ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. sec square theta ഈക്വൽ ടു 5. ഇനി sec square theta എന്ന് പറഞ്ഞാൽ എന്താണ്? sec square theta എന്ന് പറഞ്ഞാൽ എന്താ? 1/cos square theta. കാരണം sec theta എന്ന് പറഞ്ഞാൽ 1/cos theta ആണ്. അപ്പോൾ sec square theta എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos square theta ആണ് കേട്ടോ. അതായത് cos കൊണ്ട് നേരെ റിവേഴ്സ് ആണ് നമുക്കറിയാലോ, റെസിപ്രോക്കൽ ആണ് നമുക്കറിയാം. അപ്പോൾ sec square theta എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos square theta. ഇനി അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാം? cos
കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. കോസ് സ്ക്വയർ തീറ്റ എന്തായിരുന്നു? 1 സീക്ക് സ്ക്വയർ തീറ്റ. നേരെ തിരിച്ചു പറയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോസ് തീറ്റ ഈക്വൽ ടു 1 സീക്ക് തീറ്റ ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് 1 സീക്ക് സ്ക്വയർ തീറ്റ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ കിട്ടിയത്? 1 സീക്ക് സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? 5 അല്ലേ? ഇനി നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ കാണാൻ നമുക്ക് അറിഞ്ഞൂടെ എന്താണ് സൈൻ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയില്ലേ? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ്? 1 കോസ് സ്ക്വയർ തീറ്റ. ഓക്കേ, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു 1 1/5. ഓക്കേ, 1 1/5. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 1 പറഞ്ഞാൽ 5 മൈനസ് 1 1 × 1 1 ഡിവൈഡഡ് ബൈ ഈ 1 ഇവിടെ നിന്ന് ഇവിടെ 1 ഉണ്ട് നോയിച്ച് കണ്ട് കുടിക്കേണ്ട അത് ഇടണമെന്നില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബ്രിഡ്ജ് കോഴ്സിലുണ്ട്. അപ്പോൾ മനസ്സിലാവാത്ത അതൊക്കെ കാണുക. ഫ്രാക്ഷൻ നമ്പർ നിങ്ങൾ ആദ്യം അത് കണ്ടിരിക്കണം. കാരണം ഈ ഫ്രാക്ഷൻ നമ്പറിന്റെ ഓപ്പറേഷൻസ് ഒക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ മനസ്സിലാവാത്തവര്. ഓക്കെ, അപ്പോൾ 1 × 5 5 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എന്ത് കിട്ടും? 4/5. ഇതാണ് നമ്മുടെ ആൻസർ. അല്ല, ഇത് നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? സൈൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത്? ഇതിന്റെ റൂട്ട് എടുക്കണം. സൈൻ സ്ക്വയർ തീറ്റ ആണ്. സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ അതിന്റെ റൂട്ട് എടുക്കണം. √4/5 ഈക്വൽ ടു എന്ത് കിട്ടും? √4 നമുക്ക് ഇനി സെപ്പറേറ്റ് എഴുതണമെന്നില്ല. √4/√5 എന്ന് എഴുതാം. ഓക്കെ, അതിന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണം. √4/√5 നമുക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. അപ്പൊ √4 പറഞ്ഞാൽ 2/√5. ഇതാണ് നമ്മുടെ സൈൻ തീറ്റ. നമുക്ക് കാണേണ്ടത് എന്താണ്? സൈൻ തീറ്റ. അപ്പൊ ഒന്ന് തന്നതിനായത് എങ്ങനെയാണ് മറ്റേക്ക് എത്തുന്നത് നമ്മൾ ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്നും 1 tan square theta = sec square theta ഈ ഇക്വേഷൻ അറിയണമെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാതെ ഇക്വേഷൻ ഒക്കെ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഒന്ന് ഉപയോഗിച്ചിട്ട് മറ്റേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Prove that sin A plus cos A whole square equal to 1 plus 2 sin A cos A. 1 plus 2 sin A cos A. അതായത് sin A plus cos A whole square equal to 1 plus 2 sin A cos A എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ LHS എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്താ? sin A plus cos A whole square അല്ലേ? sin A plus cos A whole square. ഇനി ഇത് നോക്ക്. A plus B whole square ഫോർമുലയുടെ എക്സ്പാൻഷൻ ആണ് അല്ലേ? എന്തായിരുന്നു A plus B whole square എക്സ്പാൻഷൻ? A plus B whole square equal to എന്തായിരുന്നു? A square plus 2AB plus B square. അതായതല്ലോ ഇവിടെ A യുടെ സ്ഥാനത്ത് sin A ആണ് കിടക്കുന്നത്, B യുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? cos A. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു sin A സ്ക്വയർ. sin A യുടെ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? sin സ്ക്വയർ കേട്ടോ. sin A ഹോൾ സ്ക്വയർ എന്നല്ല, sin സ്ക്വയർ രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഇട്ട് ശരിക്കുക. sin സ്ക്വയർ A പ്ലസ് 2 sin A cos A പ്ലസ് cos A യുടെ സ്ക്വയർ. B സ്ക്വയർ എന്നാണ്. B യുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? cos A ആണ്. അപ്പോൾ cos സ്ക്വയർ A ഈക്വൽ ടു ഇനി നോക്കാം. ഇനി ഞാൻ ഈ sin സ്ക്വയർ A cos സ്ക്വയർ A ഒരുമിച്ച് എഴുതി. sin സ്ക്വയർ A പ്ലസ് cos സ്ക്വയർ A അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തിട്ട് പ്രശ്നമില്ല. അതിന്റെ സൈൻ മാറുന്ന ചിഹ്നം മാറുന്നത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടെ sin സ്ക്വയർ A പോസിറ്റീവ് ആണ്, cos സ്ക്വയർ A പോസിറ്റീവ്. ഇവിടെ ഇതിപ്പോൾ അത് തന്നെയാണ്. അടുത്തത് എന്താണ്? 2 sin A cos A. ഇതിനെ ചേർത്ത് വേറെ. ഇനി നോക്ക് നിങ്ങള്. sin സ്ക്വയർ A പ്ലസ് cos സ്ക്വയർ A നമുക്ക് എന്താണ്? sin സ്ക്വയർ A പ്ലസ് cos സ്ക്വയർ A നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. എന്താണ്? അത് 1 ആണ്. 1 പ്ലസ് എന്താണ് ബാക്കിയുള്ളത്? 2 sin A cos A. 2 sin A cos A. ഓക്കേ കിട്ടിയോ? അപ്പോൾ ഇത് നോക്കി. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? RHS എന്താണ്? 1 plus 2 sin A cos A അല്ലേ? അപ്പോൾ ഈക്വൽ ടു എന്താണ്? RHS ആണ്. അതായത് LHS ഈക്വൽ ടു RHS. ഓക്കേ, ഇതാണ് നമ്മുടെ പ്രൂവ് ചെയ്യുന്നത്.
ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ഇതാണ്. പ്രൂവ് ദാറ്റ്. ഇത് സാധാരണ 5 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ചെയ്തതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൂവ് ദാറ്റ് cosec theta divided by cosec theta minus 1 plus cosec theta divided by cosec theta plus 1. Okay, cosec theta minus 1 plus equal to, ഇത് equal to എന്താ തെളിയിക്കുന്നത്? 2 sec square theta. 2 sec square theta എന്ന് നമുക്ക് തെളിയിക്കാം. Okay. Cosec theta by cosec theta minus 1 plus cosec theta by cosec theta minus 1, sorry, cosec theta plus 1 equal to 2 sec square theta. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് LHS നോക്കാം. എന്താണ് LHS? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് cosec theta divided by cosec theta minus 1 plus cosec theta by cosec theta plus 1. ഇതൊരു ഫ്രാക്ഷൻ നമ്പർ പോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഇതും ഇതും തമ്മിൽ ഗുണിക്കുക, ഇതും ഇതും തമ്മിൽ ഗുണിക്കുക, അടിയത്തെ തമ്മിൽ ഗുണിച്ചു. അപ്പൊ എന്താണ് വരിക? cosec theta ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. cosec theta മൈനസ് 1, ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു. പ്ലസ് അടുത്ത എന്താ വരിക? cosec theta ഇൻറ്റു cosec theta minus 1, cosec theta minus 1 divided by എന്താണ് വരിക? cosec theta minus 1 into cosec theta plus 1, cosec theta minus 1 into cosec theta plus 1. ഇനി നോക്ക്, ഇനി ഇതെങ്ങനെ ചെയ്യാം? ഈ cosec theta ഇത് മുകളിൽ എങ്ങനെ ചെയ്യാം? ഈ ഇത് കൊണ്ട് പുറത്തുള്ളതിനെ കൊണ്ട് ഇതിനുള്ളിൽ ഗുണിക്കാം. ഓക്കെ, പിന്നെ ഇത് കൊണ്ട് ഈ ഒന്നിനെ ഗുണിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇത് കൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇത് കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, പ്ലസ് മൈനസ് ഒക്കെ വരുമ്പോ ഇവിടെ ഇപ്പൊ cosec theta ഇവിടെ വിഷയമില്ല, ഇവിടെ മൈനസ് ആണ്. ഒരു മിനിറ്റ്, ഇവിടെ പ്ലസ് ആയിരുന്നില്ല, പ്ലസ് ഇങ്ങനെ ഗുണിക്കുമ്പോൾ പ്ലസ് അല്ല, cosec theta പ്ലസ് 1 കേട്ടോ, ഇവിടെ മൈനസ്. അപ്പൊ ഇത് ഗുണിക്കുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ് ആണ് വരിക, അപ്പൊ മൈനസ് ആവും. അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഗുണിച്ചു നോക്കാം. cosec theta into cosec theta എന്താ വരിക? cosec square theta, cosec theta into cosec theta, cosec square theta. ഇനി ഇവിടെ cosec theta into 1 plus 1 ആണ്, അപ്പൊ പ്രശ്നമില്ല, പ്ലസ് തന്നെയാണ്. പ്ലസ് എന്തെങ്കിലും cosec theta into 1 പറഞ്ഞാല് ഒന്നുകൂടെ എതിരെ വിളിച്ചാലും അത് തന്നെയാണല്ലോ. അപ്പൊ cosec theta. ഇനി അടുത്തത് പ്ലസ് cosec theta into cosec theta. ഇവിടെ ഉണ്ടോ? cosec theta into cosec theta എന്താ വരിക? cosec square theta, cosec square theta. ഇനി അടുത്ത ശ്രദ്ധിക്കുക, പ്ലസ് cosec theta into minus 1 ആണ്. മൈനസ് 1-നേക്കാണ് വിളിക്കുന്നത്. ഇത് പ്ലസ് 1 ഇത് മൈനസ് 1 അല്ലേ? അപ്പൊ പ്ലസ് മൈനസ് വിളിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മൈനസ് cosec theta, മൈനസ് cosec theta ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നോക്ക്, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്. സംഭവം എന്താണ്? a plus b into a minus b ഫോമിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? a plus b into a minus b ഫോമിലാണ്. അതായത് ഈ പ്ലസ് രണ്ടാമതാണല്ലോ. അതിപ്പോ നമുക്കിപ്പോ 2 into 3 പറഞ്ഞാൽ 3 into 2 പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ പ്രശ്നമില്ല. ഈ cosec theta മൈനസ് 1 മാറ്റിക്കുവാണെങ്കിൽ രണ്ടാമത് എഴുതിയിട്ട് cosec theta plus 1 ആദ്യം എഴുതാം. അപ്പൊ cosec theta plus 1 into cosec theta minus 1 എന്ന് എഴുതാം. അതുപോലെയാണ് ഇവിടെ കിടക്കുന്നത് cosec theta plus 1 into cosec theta minus 1, അതായത് a plus b into a minus b. ഇനി നേരെ തിരിച്ച് a minus b a plus b എന്നാൽ ഒപ്പം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്ക്, ഇതാ cosec theta minus 1 cosec theta plus 1 a plus b into a minus b ഫോം. അപ്പൊ അതിന്റെ എന്താ കിട്ടുക? a square minus b square ആയിരുന്നല്ലോ ഇതിന്റെ റിസൾട്ട്, a square minus b square. അവിടെ a യുടെ സ്ഥാനത്ത് എന്താണ്? cosec theta. അപ്പോ cosec square theta. ഓക്കേ, a square എന്ന് പറഞ്ഞാൽ cosec theta ആണ്, അതിന്റെ സ്ക്വയർ cosec square theta മൈനസ് എന്താ ഇതിന്റെ അടുത്തത്? 1 ആണ്. 1 ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. ഇനി നോക്ക്, ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് എത്താൻ പറ്റുമോ? അതിന് മുന്നേ നമുക്ക് വെട്ടി ചെറുതാക്കേണ്ടത് വെട്ടി ചെറുതാക്കാം. ഇവിടെ പ്ലസ് cosec theta ഉണ്ട്, ഇവിടെ മൈനസ് cosec theta ഉണ്ട് അല്ലേ?
പ്ലസ് കൊസീക് തീറ്റ മൈനസ് കൊസീക് തീറ്റ ഈക്വൽ ടു എന്താ വരിക? ഇനി ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ 2 കൊസീക് സ്ക്വയർ തീറ്റ 2 കൊസീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഇനി നോക്ക് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. ഓക്കേ, നേരത്തെ ഓർമ്മ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. അവിടെ കോട്ട് സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായപ്പോ കോട്ട് സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ സൈനിക്കും കോസും മാറ്റിയാൽ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരിക? ഈക്വൽ ടു 2 ഇൻറ്റു ഇനി 1 ബൈ കൊസീക് സ്ക്വയർ തീറ്റ എന്നുള്ളതിനെ എങ്ങനെ മാറ്റിയതാ? 1 ബൈ കൊസീക് സ്ക്വയർ തീറ്റ എന്നുള്ളതിനെ മാറ്റിയിട്ട് എങ്ങനെ ചെയ്താ? 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. കൊസീക് സ്ക്വയർ തീറ്റ എന്നുള്ളതിനെ മാറ്റിയിട്ട് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഇനി കോട്ട് സ്ക്വയർ തീറ്റ എന്നുള്ളതിനെ മാറ്റിയിട്ട് എങ്ങനെ ചെയ്താ? കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ. ഓക്കേ, ഇത് സൈൻ സ്ക്വയർ തീറ്റ അല്ല, സൈൻ 2 തീറ്റ അല്ല, സൈൻ സ്ക്വയർ തീറ്റ. ഇനി എന്ത് ചെയ്യോ? ഈ സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും എന്ത് ചെയ്യോ? ക്യാൻസൽ ചെയ്തു പോകും. ഇതിന്റെ മോൾക്ക് തിരിഞ്ഞു വരാനുള്ളതാണ്, റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലോ. അപ്പോ 2 ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? 1 ബൈ കോസ് സ്ക്വയർ തീറ്റ 1 ബൈ കോസ് സ്ക്വയർ ഈക്വൽ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ. അപ്പൊ 2 ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ എന്താണ് കിട്ടുക? 2 ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 2 ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ. മനസ്സിലായോ? അപ്പൊ ഇത് 5 മാർക്കിന് സാധാരണ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. കൊസീക് തീറ്റ ബൈ കൊസീക് തീറ്റ മൈനസ് 1 പ്ലസ് കൊസീക് തീറ്റ ബൈ കൊസീക് തീറ്റ പ്ലസ് 1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക? കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 പ്ലസ് കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് 1. ഓക്കെ, പിന്നെ അടിയിൽ നമ്മൾ വിളിച്ചേക്കുക കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1. ഇനി ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഓരോന്നുള്ളിൽ ഗുണിക്കണം, പുറത്തുള്ളതൊക്കെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഗുണിക്കണം. അപ്പൊ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റ, കൊസീക് തീറ്റ ഇൻറ്റു പ്ലസ് 1 പറഞ്ഞാൽ കൊസീക് തീറ്റ. ഒന്നിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏത് സംഖ്യ എന്തിനെ ഒന്നിട്ട് ഗുണിച്ചാൽ എന്താണ് ആൻസർ? അത് തന്നെയാണ്. അപ്പൊ കൊസീക് തീറ്റനെ ഒന്നിട്ട് ഗുണിച്ചാൽ കൊസീക് തീറ്റ പ്ലസ് അടുത്തെന്താ വരിക? കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ. ഇനി കൊസീക് തീറ്റ ഇൻറ്റു മൈനസ് 1 ആണ്, അപ്പോൾ മൈനസ് കൊസീക് തീറ്റ. അപ്പൊ ഈ പ്ലസ് കൊസീക് തീറ്റയും മൈനസ് കൊസീക് തീറ്റയും വെട്ടിപ്പോയി. ഇനി അവിടെ ബാക്കിയുള്ള എന്താണ്? 2 കൊസീക് സ്ക്വയർ തീറ്റ. ഇനി അടിയിൽ എന്താ മാറ്റം വെച്ചത്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാണ് കിടക്കുന്നത്. അതിന് മാറ്റിയിട്ട് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അതിന്റെ റിസൾട്ട് വരിക. അപ്പൊ എയുടെ സ്ഥാനത്ത് കൊസീക് തീറ്റയാണ്, കൊസീക് സ്ക്വയർ തീറ്റ എഴുതി. ബിയുടെ സ്ഥാനത്ത് 1 ആണ്, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അത് നമ്മൾ മാറ്റി എഴുതേണ്ടതെന്ന് വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പ് തന്നെ എഴുതി നോക്കാം. അപ്പൊ എന്ത് കിട്ടി? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് മുകളിൽ എന്നിട്ട് 2 കൊസീക് സ്ക്വയർ തീറ്റ കിട്ടിയതുണ്ട്. അടിയിൽ എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നാൽ കോട്ട് സ്ക്വയർ തീറ്റയാണ്. ഇനി നമ്മൾ അതിനെ രണ്ടിനെ മാറ്റി കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റയാണ്. അപ്പൊ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ എന്താണ്? അടിയിൽ എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. അതെന്താണ്? കോസ് ബൈ സൈൻ ആണ് ഇത് കോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ കോട്ട് സ്ക്വയർ ആകുമ്പോൾ എന്താണ്? കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ. അപ്പൊ കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എഴുതി. എന്നിട്ട് എന്താണ്? ഇതിന് തിരിഞ്ഞു വരാനുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ അല്ലെ? റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യാം. അപ്പൊ ഈ സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി എന്താണ്? 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് ബാക്കി ഉണ്ടാവുക. പിന്നെ ഇവിടെ ആദ്യമുള്ള ഈ 2 കൊസീക് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൊണ്ടുള്ള 2 ഉണ്ട്. ആ 2 ആണ് ഈ കിടക്കുന്നത്. 2 ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, ഇത് 5 മാർക്കിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എന്നല്ല, ഇവിടെ ഇപ്പൊ പ്ലസ് മൈനസ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ ചെയ്യുന്ന രീതിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ അല്ല കാണാതെ പഠിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. നമ്മൾ ചെയ്യുന്നതൊക്കെ പ്രൂവ് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പൊ നോക്കാം. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ cos A equal to cos A divided by 1 minus
sin a. ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ ടാൻ കോസ് ബൈ സൈൻ എ അല്ലെങ്കിൽ സൈൻ എ ബൈ കോസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഇതിലൊരു പ്രത്യേക സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ, കോസ് എ. ഓക്കെ, അപ്പൊ കോസ് എ എന്ന് പറഞ്ഞാല് ഇവ നോക്ക്, ഇവിടെ 1 പ്ലസ് സൈൻ എ ഉണ്ട്. ഇനി ഇതിന് എന്ത് ചെയ്യാം, 1 - sin a വന്നു കഴിഞ്ഞാൽ എന്താവും, ഇവിടെ a പ്ലസ് ബി a മൈനസ് ബി ഫോം ആവും. ഓക്കെ, അപ്പോൾ 1 - sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും, കോസ് സ്ക്വയർ a എന്നാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, ഇതിലേക്ക് എത്തിക്കണം, ഇവിടെ ഇതിനെ ഈ ലെവലിലേക്ക് എത്തിക്കണം, കോസ് എക്ക് എത്തിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. ഇവ നോക്ക്, ഇവിടെ 1 പ്ലസ് sin a ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയിലും മുകളിലും എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHS എടുക്കുന്നു. LHS എന്ത് ചെയ്യുന്നു, ഇവിടെ 1 പ്ലസ് sin a ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 - sin a കൊണ്ട് കൊടുക്കും. അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, 1 - sin a കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 - sin a വരും. നമ്മുടെ ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ എന്തുകൊണ്ട് ഗുണിച്ചാലും ഹരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മോള് ചെയ്യുന്നതൊക്കെ അടിയിലും ചെയ്യണം. അതേപോലെ അടിയിലാണ് ഗുണിക്കണമെങ്കിൽ മുകളിലും ഗുണിക്കണം. ഓക്കെ, എന്തായാലും ഗുണിക്കും ഹരിക്കും ചെയ്യാം. ഗുണന ഹരണുണ്ടോ, കൂട്ടലല്ല, കൂട്ടലും കുറയ്ക്കലും പറ്റില്ല. ഇപ്പൊ ഇവിടെ ഞാൻ 2 ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ മുകളിൽ 2 ഗുണിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, സംഭവം മാറ്റമില്ല, കാരണം 2 വെട്ടിപ്പോകും. അതേപോലെ ഈ ഹരിക്കുകയാണെങ്കിൽ ഇവിടെ 2 ഹരിച്ചു കഴിഞ്ഞാൽ മുകളിൽ 2 ഹരിച്ചാൽ മതി. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് വരും. അപ്പോ നമ്മളിവിടെ 1 പ്ലസ് sin a കിടക്കുന്നുണ്ട്, ഇവിടെ 1 - sin a കൊണ്ട് അടിയിലും മുകളിലും ഗുണിക്കാം. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് 1 - sin a കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് sin a × 1 - sin a, അത് a പ്ലസ് ബി a മൈനസ് ബി ഫോം ആണ്. അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 - sin സ്ക്വയർ a 1 - sin സ്ക്വയർ a എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ a എന്നാണ്. അപ്പൊ അവിടുത്തെ കോസ് സ്ക്വയർ ഇവിടുത്തെ കോസ് വെട്ടിപ്പോയിട്ട് ഈ ഇതിക്ക് എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്, എന്താണ് നമ്മുടെ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കുക, അതിന് ശേഷം ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് എന്താണ്, ഇവിടെ 1 പ്ലസ് sin a ആണല്ലേ. അപ്പൊ നമ്മൾ 1 - sin a കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഗുണിക്കും കേട്ടോ. അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലത്, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ അടിയിലത്, അതിന് രണ്ടിനെയും 1 - sin a കൊണ്ട് ഗുണിക്കും. അപ്പൊ നമ്മൾ എന്തായിട്ട് ഗുണിക്കുകയാണെങ്കിലും അത് മുകളിലും ചെയ്യണം അടിയിലും ചെയ്യണം, ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചെയ്യരുത്. അപ്പൊ ഫ്രാക്ഷൻ മാറിപ്പോകും. അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും ഗുണിക്കുമ്പോൾ ഗുണന ഹരണം മാത്രം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണന ഹരണം മാത്രം. അതെന്ത് ചെയ്യാം, പ്ലസ് 1 - sin a അല്ലെങ്കിൽ 1 പ്ലസ് sin a എന്തായിട്ടാണെങ്കിലും മുകളിൽ ചെയ്യണമെങ്കിൽ അടിയിലും ചെയ്യണം, അതുപോലെ അടിയിൽ ചെയ്യണമെങ്കിൽ മുകളിലും ചെയ്യണം. രണ്ട് ഭാഗം ചെയ്തിരിക്കണം, എങ്കിലേ അതിന് ഒരു മാറ്റം വരാതിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ചെയ്യുന്നത്. 1 - sin a കൊണ്ട് അടിയിലും മുകളിലും ഗുണിക്കും. അപ്പോ 1 പ്ലസ് sin a ഇൻറ്റു എന്തായിരുന്നു 1 ഡിവൈഡഡ് ബൈ നമ്മുടെ ഇവിടെ എന്തായിരുന്നു എന്താണ് cos a. അപ്പൊ ഇനി നമ്മൾ എന്താണ് അടിയിലും മുകളിലും എന്ത് ചെയ്യുന്നു, 1 - sin a കൊണ്ട് ഗുണിക്കണം. 1 - sin a മുകളിലും ഗുണിച്ചു, അതേപോലെ അടിയിലും ഗുണിക്കണം. 1 - sin a. ഇപ്പൊ ഇത് നോക്ക്, 1 പ്ലസ് sin a ഇൻറ്റു 1 - sin a, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം ആയി. ഈക്വൽ ടു എന്താ വരിക, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെ, പിന്നെ b യുടെ സ്ഥാനത്ത് എന്താ വരുന്നത് sin a. അപ്പൊ എന്താണ് സൈനിന്റെ സ്ക്വയർ sin സ്ക്വയർ a. ഓക്കെ, sin സ്ക്വയർ a ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ എഴുതാം, cos a ഇൻറ്റു 1 - sin a. അതിന്റെ ഉള്ളിൽ ഗുണിക്കാൻ നിൽക്കണ്ട കേട്ടോ, അത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. cos a ഇൻറ്റു 1 - sin a. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1 - sin സ്ക്വയർ a ബൈ cos a ഇൻറ്റു 1 - sin a കിട്ടി. ഇനി 1 - sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എന്താണ് sin സ്ക്വയർ. 1 - sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, cos സ്ക്വയർ a ആണ് അല്ലേ. 1 - sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ a. ഓക്കേ, sin സ്ക്വയർ പ്ലസ് cos സ്ക്വയർ 1 ആണ്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന റിസൾട്ട് ആണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാണ്. അപ്പോൾ 1 - sin സ്ക്വയർ ഈക്വൽ ടു cos സ്ക്വയർ a ഡിവൈഡഡ് ബൈ cos a ഇൻറ്റു എന്തൊരു 1 - sin a. ഇനി നോക്ക്, cos സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, cos a ഇൻറ്റു cos a അല്ലേ. അപ്പൊ ഇതിന് ഒരു cos a യും ഒരു cos a ഇവിടെ വെട്ടിപ്പോകും. ബാക്കി ഇവിടെ എന്താവും, 2 cos a ഉണ്ട് ഇവിടെ. cos a ഇൻറ്റു cos a ആണ് cos സ്ക്വയർ. അപ്പോൾ ബാക്കി അവിടെ മുകളിൽ ഒരു cos a ബാക്കി ഉണ്ടാവും ഡിവൈഡഡ് ബൈ, പിന്നെ അടിയിൽ എന്താ ഉണ്ടാവുക, 1 - sin. ഇതല്ലേ നമ്മുടെ RHS. അപ്പൊ എന്താണ് നമുക്ക് RHS കിട്ടിയത്, റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത്, RHS ഈക്വൽ ടു എന്താണ്, ഇതാണ് കിട്ടിയത്.
മനസ്സിലായത് തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് അധികം വരാറ് കേട്ടോ, ഇതേപോലെ തന്നെ വരും. അപ്പൊ എന്താ ചെയ്യുന്നു, ഇവിടെ കോസിയ എത്തണം, ഇവിടെ 1 + sin മാറിയിട്ട് അവിടെ കോസിയയിലേക്ക് എത്തണം. അപ്പൊ നമുക്കറിയാം എന്താണ് 1 - sin² cos² ആണെന്നുള്ള റിസൾട്ട് ഓർമ്മ വേണം. ഇനി ഇവിടെ 1 - sin² ആക്കാൻ വഴിയുണ്ടെന്നാണ് ആദ്യം ആലോചിക്കുന്നത്. അതിനെന്ത് ചെയ്യണം, ഇവിടെ മുകളിലും അടിയിലാണ് 1 - sin കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ, അല്ലെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, prove that എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, റൂട്ട് ഓഫ് 1 + sin divided by 1 - sin. ഇതൊക്കെ ഇതേമാതിരി ക്വസ്റ്റ്യന് മാറ്റാതെ തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്ന ടൈപ്പുകളാണ്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. ഈക്വൽ ടു sec a plus tan a. എന്താണ് sec a plus tan a? sec a plus tan. ഇതാണ് നമുക്ക് തെളിയിക്കുന്നത്. അതായത് prove that root of 1 + sin a by 1 - sin a equal to sec a plus tan a. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യന് രണ്ട് വിധത്തിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 1 + sin a by 1 - sin a എന്ന് വന്നില്ലേ. അത് നേരെ തിരിച്ച് ഈ 1 - sin a മുകളിൽ 1 + sin a അടിയിലായിട്ട് വരുന്നത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിന്റെ ഉള്ളിൽ ഇവിടെ 1 - sin a ആണ് കിടക്കുന്നത് വെച്ചെങ്കിൽ 1 + sin a കൊണ്ട് അടിയിൽ മുകളിലും കുടിക്കും. ഇനി ഇവിടെ 1 + sin a കിടക്കുന്നത് വെച്ചെങ്കിൽ അടിയിൽ മുകളിലും എന്താണ് 1 - sin a കൊണ്ട് കുടിക്കും. മനസ്സിലായി? ഇവിടെ ഏതാണ് സൈൻ നോക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ മൈനസ് ആണെങ്കിൽ 1 + sin a, ഇവിടെ പ്ലസ് ആണെങ്കിൽ 1 - sin a. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ ഏതാണ് മൈനസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ന്യൂമറേറ്റർ എന്നാ ആൻഡ് ഡിനോമിനേറ്റർ dr എന്നുള്ളത് ഡിനോമിനേറ്റർ എന്ന് ഷോർട്ട് ആക്കി എഴുതിയതാണ്. വിത്ത് ഏതൊക്കെ ഗുണിക്കേണ്ടത്, ഇവിടെ 1 - sin a കിടക്കണം. അപ്പൊ അതിന്റെ പ്ലസ് കൊണ്ട് ഗുണിക്കണം. എന്താണ് 1 + sin a. പുറത്തല്ല കേട്ടോ, റൂട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഗുണിക്കുന്നത്. റൂട്ടിന്റെ ഉള്ളിൽ തന്നെ, റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ. അപ്പൊ എന്താണ് 1 + sin a. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ LHS ഈക്വൽ ടു LHS എന്ത് കിട്ടും, റൂട്ട് ഓഫ് 1 + sin a ഡിവൈഡഡ് ബൈ 1 - sin a ഇൻറ്റു എന്താണ് റൂട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് രണ്ട് ഗുണിക്കുന്നത് കേട്ടോ. 1 + sin a ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആയിട്ട് ഗുണിക്കുക. 1 + sin a അടിയിൽ മുകളിൽ ഗുണിക്കുക. 1 + sin a ഡിവൈഡഡ് ബൈ 1 + sin a റൂട്ടിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ എന്തായി മാറി, ഈക്വൽ ടു. ഇനി നോക്ക് 1 + sin a എന്തായി, അവിടെ 1 + sin a ഇൻറ്റു 1 + sin a എന്തൊരു റൂട്ടിന്റെ ഉള്ളിൽ 1 + sin a ഹോൾ സ്ക്വയർ. 1 + sin a ഹോൾ സ്ക്വയർ. ഇനി അടിയിൽ എന്താണുള്ളത്, 1 - sin a ഇൻറ്റു 1 + sin a, a + b ഇൻറ്റു a - b ഫോമിൽ എന്താ വരിക, a² - b². 1 - sin² 1 - sin² ഈക്വൽ ടു. ഇനി എന്താ കിട്ടുക, ഇവിടെ നോക്കുന്നതിനകത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അടിയിൽ എന്താ വരും, ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. 1 + sin a ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇനി എന്താ വരിക 1 - sin² എന്താണ് cos² a. അപ്പോ ഇനി ഞാൻ പറഞ്ഞ റൂട്ടിന്റെ ഉള്ളിൽ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും അങ്ങോട്ട് നമുക്ക് നഷ്ടപ്പെടും അല്ലെ. രണ്ടും സ്ക്വയറും പോവും റൂട്ടും പോവും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 1 + sin a ക്കും സ്ക്വയർ ഉണ്ട്, cos a ക്കും സ്ക്വയർ ഉണ്ട്, അതാണ് cos². അപ്പൊ അതിന്റെ എന്താണ് രണ്ടും അങ്ങോട്ട് പോകും. അപ്പൊ അത് എന്തായി മാറും, 1 + sin a ഡിവൈഡഡ് ബൈ cos a എന്നാണ്. ഇതിന്റെ സ്ക്വയർ ആണ് ഇതിനുള്ളിൽ കിടക്കുന്നത്, റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ മാറും. അപ്പൊ ഈക്വൽ ടു എന്ത് വരും, 1/cos a. ഈ cos a സെപ്പറേറ്റ് ആക്കി ഡിനോമിനേറ്റർ എന്താണ് സെയിം ആണല്ലോ. അപ്പൊ എന്തായാലും സെപ്പറേറ്റ് ആക്കി 1 + cos a പ്ലസ് sin a/cos a ഈക്വൽ ടു എന്താ കിട്ടുക, ഇപ്പൊ എന്താ 1/cos a എന്ന് പറഞ്ഞാൽ എന്താണ്, 1/cos a എന്ന് പറഞ്ഞാൽ sec a പ്ലസ് ഇനി sin a/cos a എന്താണ് tan a. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്,
CK plus tan അല്ലേ CK plus tan അതാണ് എന്ത് നമ്മുടെ RHS അല്ലേ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് CK plus tan അപ്പോൾ നമുക്ക് എന്ത് കിട്ടി LHS equal to RHS LHS equal to RHS അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഇവിടെ ചെയ്യുന്നത് നോക്കുക ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ റോട്ടിന്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ ആണെങ്കിൽ എന്താ ചെയ്യുക 1 പ്ലസ് സൈൻ എ വിളിക്കും ഇനി ചിലപ്പോൾ എക്സാമിന് നേരെ തിരിച്ചായിരിക്കും വരിക 1 മൈനസ് സൈൻ എ ബൈ 1 പ്ലസ് സൈൻ എ ആയിരിക്കും വരിക അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ട് ഗുണിക്കുക ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് ഗുണിക്കുക മനസ്സിലായോ അപ്പൊ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഇതേ ക്വസ്റ്റിന് ഒട്ടുമിക്ക എക്സാമിനും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ഒരു 90% അങ്ങനെ തന്നെ ഉണ്ടാവാറ് ഇനി അതല്ലാതെ ചെറിയ മാറ്റം വരികയാണെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റം വന്ന് വരികയാണെങ്കിൽ അപ്പൊ അതെങ്ങനെ ചെയ്യണ രീതി മനസ്സിലാക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത വേറെ ടോപ്പിക്കാണ് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ഇതിന്റെ ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ തരാം അപ്പൊ ഈ സെക്ഷന് നന്നായിട്ട് ഒന്നോ രണ്ടോ തവണ കണ്ടിട്ട് എത്ര തവണ കണ്ടിട്ട് മനസ്സിലാക്കി നല്ലോണം മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചെയ്യും